ഈ വിഷയത്തിൽ രണ്ട് പക്ഷമുണ്ട്. നമുക്കറിയാം തരൂരും ചിദംബരവും നേരത്തെ വലിയ മോഡി വിമർശകരായിരുന്നു. ചിദംബരമൊക്കെ വലിയ തോതിൽ മോഡിയെ വിമർശിച്ചിട്ടുള്ള ആളാണ്. തരൂരിന് സമീപകാലത്തായി ചില മനമാറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ വിഷയം വരുമ്പോൾ അത് കോൺഗ്രസിനുള്ളിൽ രണ്ടഭിപ്രായമാകുന്നു. UPA-ക്കുള്ളിൽ രണ്ടഭിപ്രായം സൃഷ്ടിക്കുന്ന സാഹചര്യം വരുന്നു. ഒപ്പം BJP-യുടെ ഒരു വിശദീകരണമുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട്. BL സന്തോഷ് കൃത്യമായി തന്നെ ഏതൊക്കെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു, ഈ പ്രഹരശേഷി എത്രത്തോളം ഗൗരവമുള്ളതായിരുന്നു എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു വിശദീകരണം കൂടിയുണ്ട്. ഏതായാലും പാർലമെന്റിന് സംയുക്ത സമ്മേളനം വിളിക്കണം, അമേരിക്കയുടെ ഇതുമായി ബന്ധപ്പെട്ട പങ്കാളിത്തത്തെക്കുറിച്ചുള്ള വിശദീകരണം വേണം, അങ്ങനെയുള്ള ആവശ്യങ്ങളും ഉയരുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഇനിയിപ്പോൾ BJP ഏറ്റെടുക്കുന്ന മട്ടാണ്. രഞ്ജിത്ത്, അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കോൺഗ്രസ് ഇത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക പ്രതികരണം പുറത്തു വന്നിട്ടില്ല. ഉച്ചയ്ക്ക് 1 മണിക്കെതിരെ വാർത്താ സമ്മേളനം കോൺഗ്രസ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതിൽ കൃത്യമായി കോൺഗ്രസിന്റെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുകയും ചെയ്യും. നമുക്കറിയാം, നേരത്തെ ഈ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രമേയം പാസ്സാക്കിയിരുന്നു. അത് ആ രീതിയിൽ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ വലിയ രീതിയിൽ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്ന തരത്തിലുള്ള ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുകയും ആ പോസ്റ്റിനെതിരെ വലിയ വിമർശനം വ്യാപകമായി ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ ഉയരുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. തുടർന്നായിരുന്നു നേതാക്കൾക്കും ഒപ്പം തന്നെ മറ്റുള്ളവർക്കും നിർദ്ദേശം നൽകിക്കൊണ്ട് പ്രമേയം പാസ്സാക്കുകയും പഹൽഗാമിൽ കൃത്യമായി CWC ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിനൊപ്പം നിൽക്കുക എന്നുള്ളതായിരുന്നു എന്നാണ് അന്ന് കോൺഗ്രസ് പറയുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് ഉച്ചയ്ക്ക് 1 മണിക്കത്തെ വാർത്താ സമ്മേളനത്തിൽ ഒരു വ്യക്തത വരികയും ചെയ്യും. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജയറാം രമേശ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന തരത്തിലൊരു പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണം. അതിൽ ഈ സംഘർഷത്തിൽ എന്തൊക്കെ നടപടികൾ ഇന്ത്യ കൈക്കൊണ്ടു, എന്തൊക്കെ കാര്യങ്ങൾ ഇന്ത്യ ചെയ്തു, അതടക്കം വിശദീകരിക്കണം. ഒപ്പം തന്നെ മൂന്നാം കക്ഷി എന്ന നിലയിൽ US ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ പ്രധാനമന്ത്രി തയ്യാറാകണം തുടങ്ങിയ കാര്യങ്ങൾ കൂടി ജയറാം രമേശ് പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് കൂടിയായിട്ടുള്ള സഞ്ജയ് റൌത്തും സമാനമായ രീതിയിലുള്ളൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് ഒരു സർവകക്ഷി യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കണം. അതിന് പ്രധാനമന്ത്രിക്ക് ധൈര്യമുണ്ടോ, പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ വിളിച്ചു ചേർത്തുകൊണ്ട് ഇക്കാര്യത്തിലൊരു വിശദീകരണം നൽകണമെന്നായിരുന്നു ഈ സഞ്ജയ് റൌത്ത് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിനെ കണ്ടിച്ചുകൊണ്ട് ഒരു വാദമായി BJP തന്നെ രംഗത്ത് വരുന്നു. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള BL സന്തോഷാണ്. അതായത് ഈ സംഘർഷങ്ങളിൽ കഴിഞ്ഞ 96 മണിക്കൂറിനിടെ എന്തൊക്കെ കാര്യങ്ങളാണ് സൈന്യം ചെയ്തത് എന്ന് വിശദീകരിക്കുകയാണ്. അതായത് അതിൽ പ്രധാനമായും പാകിസ്ഥാൻ DGMOയുമായി നിരന്തരം കഴിഞ്ഞ ദിവസം കൂടിയാലോചനകൾ നടത്തിയിരുന്നു. അദ്ദേഹം ഇങ്ങോട്ടാണ് ഇന്ത്യയുടെ DGMOയെ വിളിച്ചത്. അതിനുശേഷമാണ് വെടിനിർത്തൽ കരാറിലേക്ക് പോയത്. മറ്റൊരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ പാകിസ്ഥാന്റെ 11ഓളം എയർബേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് തകർക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ലിസ്റ്റ് കൂടി അദ്ദേഹം ഈ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. അതായത് നൂർഖാൻ, ചക്കലാല നൂർഖാനിലെ എയർബേസ് തകർത്തിട്ടുണ്ട്. റഫീക്യു, മുരുട്ട്, സുഖൂർ, സിയാൽകോട്ട്, പാസ്റ്റൂർ, ചുനിയാൻ, സർഗോദ, സ്കദ്ദു, ബോലാരി, ജക്കബാബാദ് തുടങ്ങിയ 11 ഇടങ്ങളിലെ പാകിസ്ഥാനിലെ എയർബേസുകൾ തകർക്കാൻ ഇന്ത്യക്കായിട്ടുണ്ട് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. അതായത് ഈ സോഷ്യൽ മീഡിയയിലടക്കം എന്ത് ചെയ്തു സൈന്യം ഇതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ എന്ത് ചെയ്തു ഈ ഒരു പാകിസ്ഥാനിലെ പ്രകോപനവുമായി ബന്ധപ്പെട്ട് എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി ആയിട്ടാണ് ഇത്തരത്തിൽ BL സന്തോഷിന്റെ എക്സ്പോസിലൂടെ വ്യക്തമാകുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഈ സംഘർഷങ്ങൾ അതിർത്തിയിൽ അയവ് വന്നിട്ടുണ്ട് എങ്കിൽ പോലും തന്നെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഈ ഒരു അഭിപ്രായ വ്യത്യാസം അത് ഇപ്പോൾ നിലനിൽക്കുന്നു. അത് കോൺഗ്രസ് പാർട്ടിയിൽ 2 ചേരിയിലായി. പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് ഒരു വിഭാഗം രംഗത്ത് വരുമ്പോൾ മറ്റൊരു വിഭാഗം അതിനെ എതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്, അത് വ്യക്തത വരുത്തുന്നതിന് വേണ്ടി 1 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുകയും ചെയ്തു. തീർച്ചയായും അതാണ്. ഏതായാലും രാഷ്ട്രീയ പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണ്. ഇത്രയും നാൾ മൗനം ഭജിച്ചിരുന്ന, അതായത് ഈ യുദ്ധസമയത്ത് രാജ്യത്തിനൊപ്പം നിൽക്കുമെന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്നു. കോൺഗ്രസ് കൃത്യമായി നടപ്പാക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ കൃത്യമായ വിശദീകരണം വേണം എന്ന ആവശ്യം ഉന്നയിക്കുകയാണ് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ. പ്രധാനമായും ട്രംപിൻ്റെ അവകാശവാദത്തിലൊക്കെ അവർക്ക് സംശയമുണ്ട്. അത് കൃത്യമാണോ എന്നറിയണം. കാരണം കശ്മീർ വിഷയത്തിലടക്കം ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അനുവദിക്കില്ല എന്നുള്ള ഇന്ത്യയുടെ നിലപാടായിരുന്നു. അതിന് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയണമെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. വെടിനിർത്തലിന് ശേഷമുള്ള സാഹചര്യം ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം നടക്കുകയാണ്. 3 സേനകളുടെയും തലവന്മാരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും യോഗത്തിൽ പങ്കെടുക്കുന്നു. അതേസമയം രാവിലെ 11 മണിക്ക് നടത്തുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്ന വാർത്താ സമ്മേളനം മാറ്റിവെച്ചു. TG സജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. സജിത്ത്, പ്രധാനമന്ത്രി
സേനാത്തലവന്മാരെ കാണുന്നുണ്ട്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 4 ദിവസവും അത്തരം യോഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി ഗൗരവമുണ്ട്. കാരണം ഇന്നലത്തെ സീസ് ഫയർ ലംഘനമടക്കം ചർച്ചയാകും. ഇനിയും സ്വീകരിക്കേണ്ട നടപടികളുണ്ട്. പാകിസ്ഥാനുമായി ഉള്ളത് ഒരു കരാർ മാത്രമാണ്, വെടിനിർത്തലല്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. അത് ലംഘിച്ചാൽ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ അസന്നിഗ്ധമായ നിലപാടുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയ്ക്കുണ്ട്? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ സുപ്രധാനമായ കൂടിയാലോചനകളാണ് രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത്. പ്രധാനമന്ത്രി, സേനാ തലവന്മാരെ, സംയുക്ത സേനാ മേധാവിയുണ്ട്, ഒപ്പം സുരക്ഷാ ഉപദേഷ്ടാവുമുണ്ട്. ആ യോഗം തുടരുകയാണ്. തന്ത്രപ്രധാനമായ ആലോചനകളാണ് നടക്കുന്നത്. ഏറ്റവും പ്രധാനം, നാളെ ചേരുന്ന തന്ത്രപ്രധാനമായ യോഗം നാളെ ചേരുകയാണ്. നാളെ പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും സൈനിക പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ചകൾ നാളെ നടന്ന് ഈ സീസ് ഫയർ സംബന്ധിച്ച ഒരു എഗ്രിമെന്റിലേക്ക് കടക്കാനുള്ള ആലോചനകൾ നാളെ നടക്കുകയാണ്. അത്തരം ആലോചനകളിലേക്ക് കടക്കുമ്പോൾ രാജ്യത്തിന്റെ നിലപാട് പ്രഖ്യാപനം, രാജ്യം ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്ന തന്ത്രം, ഇങ്ങനെ സുപ്രധാനമായ ആലോചനകൾ ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ യോഗത്തിലേക്ക് ചേരുമെന്ന് അറിയുന്നു. എന്തായാലും ഈ ആലോചനകൾ സുപ്രധാനമാണ്. കാരണം ഇന്ത്യ ഇതുവരെ സ്വീകരിച്ച നിലപാടുകളും ആ നിലപാടുകളിൽ ഇപ്പോൾ നേരിടുന്ന രാഷ്ട്രീയ വിമർശനങ്ങളിലടക്കം ഇന്ത്യ വ്യക്തത വരുത്തുന്ന രീതിയിൽ നിലപാടെടുക്കും. നാളത്തെ യോഗത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ, ഒപ്പം തന്നെ ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനോട് ഭാവിയിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾ, ഇതൊക്കെ വ്യക്തമാവുന്ന തരത്തിലുള്ള ഒരു കരാറിലേക്കായിരിക്കും പോകാൻ സാധ്യത. അതിൻ്റെ സാധുത, അതിൽ ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്, ഇതൊക്കെ യോഗത്തിൽ ചർച്ചയാവും. വൈകിട്ട് വിദേശകാര്യ മന്ത്രാലയം മാധ്യമങ്ങളെ കണ്ട കാര്യങ്ങൾ ഒരുപക്ഷെ വിശദീകരിച്ചേക്കാം. രാവിലെ 11 മണിക്ക് ആദ്യം ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നെങ്കിൽ കൂടിയും പിന്നീട് അത് മാറ്റിവെച്ചതായി അറിയിച്ചിട്ടുണ്ട്. തിരിച്ചു വരാം. ബ്രിഗേഡിയർ വേണു നായർ ടെലിഫോണിലായിരുന്നു. ശ്രീ വേണു നായർ, ഇവിടെ വെടിനിർത്തൽ കരാർ സർ കേൾക്കാമല്ലോ അല്ലേ? അതായത് വെടിനിർത്തൽ കരാർ രണ്ടാമതാണെങ്കിലും അത് ഇംപ്ലിമെന്റഡ് ആയി കഴിഞ്ഞു. അതിനുശേഷം അതിർത്തിയിൽ വലിയ പ്രശ്നങ്ങളോ പ്രകോപനങ്ങളോ ഇല്ല. പക്ഷേ പാകിസ്ഥാനാണ് രാജ്യം. പാകിസ്ഥാൻ ആരാണെന്നും എന്താണെന്നും നമുക്കറിയാം. അവിടുത്തെ ഭരണാധികാരികളല്ല, സൈന്യമാണ് തലപ്പത്ത്. അവർ തീരുമാനിക്കും എന്ത് ചെയ്യണം എന്നുള്ളത്. അതൊക്കെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമല്ലേ? ന്യൂസ് 18 പ്രേക്ഷകർക്ക് ജയഹിന്ദ്. ആദ്യമായിട്ട് പറയേണ്ടത്, ഇതൊരു ധാരണയാണ്, സന്ധി ആയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ സീരിയസ്നെസ്സോ അതിന്റെ ഒരു സാങ്ക്ടിറ്റിയോ അതിന്റെ തുടക്കത്തിലാണ്. ഇങ്ങനെ ഒരു വെടിനിർത്തൽ ആവശ്യമായിരുന്നത് പാകിസ്ഥാനാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ 10-ാം തീയതിയിലത്തെ ഇന്നലെ രാവിലെ ഉണ്ടായിരുന്ന എയർ സ്ട്രൈക്ക് ആണ് പാകിസ്ഥാനെ പിടിച്ച് കുലുക്കിയത്. അത് നമുക്കറിയാം. സർഗോദ അവരുടെ F-16J-10 മുതലായ ഫ്രണ്ട് ലൈൻ എയർക്രാഫ്റ്റുകളുടെ സ്റ്റേഷനാണ്. ചക്ലാല എന്ന് പറയുന്നത് രാവൽപിണ്ടി കഹൂട്ടയുടെ അടുത്ത് ഉള്ള എയർഫീൽഡാണ്. പിന്നെ റഹീമിയാർ ഖാൻ എന്ന് പറയുന്ന ഒരു മേജർ എയർഫീൽഡ് അവരുടെ ഡെപ്തിലാണ്. അപ്പോ അവരുടെ അസറ്റിനെ ഓഫ് റോഡ് ആക്കുന്നതിലും അവരുടെ ഡെപ്തിലേക്ക് പോകുന്നതിനും എല്ലാം നമ്മുടെ കേപ്പബിലിറ്റി കാണിച്ചു കൊടുത്തു. ബൈ സ്ട്രൈക്കിംഗ് നമ്മുടെ ഒരു മിസൈലിനെയും ഇവർക്ക് തടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ക്രൂയിസ് മിസൈൽസ് ആണ് പോയി പതിച്ചത്.